ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ ഇന്നലെ കൊട്ടിയൂർ അമ്പലത്തിൽ പോയിനു. ഭഗവാന്റെ പ്രസാദം ഉണ്ണിയപ്പം എനിക്ക് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചങ്ങായി തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു 3 എനിക്ക് തന്നിന്. അപ്പോൾ ചങ്ങാമ്മ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മേ തിന്നോ, നമ്മേ. ഇന്നലെ ശനിയാഴ്ച ഞാനും നമ്മളെ ഒരു 3 ചങ്ങായിമാരും കൂടി പോയതാട്ടാ. നമ്മൾ രാത്രിയാണ് പോയിന്, അതുകൊണ്ട് തിരക്കൊന്നുമില്ല കേട്ടോ. നല്ല വൃത്തിക്ക് ഭഗവാനെ കണ്ട് തൊഴുതു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെ നല്ല തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. കുറേ ഫോട്ടോസെല്ലാം കണ്ടിട്ട് ഭയങ്കര തിരക്കാണ് പോലും. അപ്പോൾ പറ്റുന്ന ആൾക്കാരിലും വൈകുന്നേരം പോയിക്കോട്ടെ. വൈകുന്നേരം ആകുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, നല്ല വൃത്തിക്ക് തൊഴാൻ പറ്റും. ഈ പകലും പോയതെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കിൽ നമുക്കൊന്നും കാണാനും പറ്റില്ല, ഭയങ്കര ക്ഷീണം പിടിക്കും. കുറേ സമയം ക്യൂ നിൽക്കുമ്പോൾ ക്ഷീണം പിടിക്കും. ഇന്നലെ കൂടുതലും കർണാടകക്കാർ ഉണ്ടായിരുന്നാടാ. എന്നാൽ അത്ര വലിയ തിരക്കൊന്നുമില്ല. പിന്നെ സ്വന്തം വണ്ടിയിലുണ്ടെങ്കിൽ രാത്രിയിൽ പോക്ക് നടക്കൂലും, ബസ്സിലെല്ലാം പോകുന്നാൾക്ക് പകലേ പോക്ക് നടക്കൂല കേട്ടോ. അമ്മ തിന്നോ, അമ്മേ തിന്നോ തിന്നോ, അത് തിന്നോ. ഞാൻ പൊടിച്ചു തരണ. ഞാൻ ഇന്നലെ ആടെ തന്നെ തിന്നിന് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മാവക്കും കൂടി വേണമെന്ന് പറഞ്ഞ ശേഷം അയാട്ടാ നമുക്ക് 3 എടുത്ത് തന്നു കേട്ടോ. നമ്മൾ ചങ്കമ്മാവക്ക് പിന്നെ എല്ലാം കൊണ്ട് കൊടുക്കുന്നതല്ലേ. അമ്മാവക്ക് എന്ന് വെച്ചാൽ എന്തായാലും കൊട്ടിയൂരൊക്കെ ഒന്നും പോകാൻ പറ്റില്ല, നല്ലോണം ക്ഷീണം പിടിച്ചു. എന്നാൽ തിരക്കല്ലല്ലേ, കൂട്ടിയിട്ട് പോകാനൊന്നും പറ്റില്ല, എന്തായാലും നടക്കാൻ പറ്റില്ല. അമ്മാവക്ക് നെയ്യപ്പം കൊടുത്തിട്ട് ഭഗവാന്റെ അനുഗ്രഹം അമ്മാവക്ക് കിട്ടട്ടെ. അല്ല അമ്മേ, രാവിലെ തന്നെ എഴുന്നേറ്റപ്പാട്, അതുകൊണ്ട് അമ്മ അത്ര ഒരു മൂടായി വന്നില്ല. രസമുണ്ടോ അമ്മേ? രസമുണ്ടാ? ആ, രസമുണ്ട്. അപ്പോൾ എല്ലാവരും കൊട്ടിയൂരൊക്കെല്ലാം പോയാ. എന്നിട്ട് പരമാവധി ഞായറാഴ്ച പോകാണ്ടിരിക്കുക. ഞായറാഴ്ച ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. പിന്നെ പറ്റുമെങ്കിൽ രാത്രി പോയാൽ തിരക്കില്ലാണ്ട് തൊഴുതിട്ട് വരാം. ഞാൻ എന്തായാലും ഇടക്കിടക്ക് അങ്ങോട്ട് പോകും കേട്ടോ. ഭഗവാൻ എന്നെ ഇടക്കിടക്ക് വിളിക്കും, അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് പോകും. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ പോയിനു. എൻ്റെ ഇന്നലെയും പോയി. ഇനിയിപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയിട്ട് പിന്നെ പോയിട്ടില്ല. ഇന്നലെ കൊട്ടിയൂർ പോയിട്ട് വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 3 മണി 4 മണി ആ ടൈമായി കേട്ടോ. പിന്നെ ഭയങ്കര ക്ഷീണം, കുറച്ച് സമയം ഉറങ്ങി. എന്നിട്ടിപ്പോൾ എഴുന്നേറ്റു. സമയം ഇപ്പോൾ 9 മണിയായി. ഇനിയിപ്പോൾ ഇന്നൊരു മാടായിക്കാവിൽ പോകണമെന്നുണ്ട്. മാടായിക്കാവിൽ കലശമുണ്ട്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിക്കുന്നത്. ഇതുവരെ അങ്ങനെ മാടായിക്കാവിൽ കലശമൊന്നും കണ്ടിട്ടില്ല. വൈകുന്നേരം ഒരു 4:30 ആകുമ്പോഴേക്ക് തുടങ്ങും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കുടിയെല്ലാം കഴിഞ്ഞിട്ടൊന്ന് പോകണമെന്നുണ്ട്. മതിയാ, ഇത് അമ്മക്ക് കൊടുക്കാം അല്ലേ? ഇത് 2 ഉണ്ട്. അതിപ്പോൾ അമ്മക്കും ഏട്ടത്തമ്മക്കും പിന്നെ ബാക്കി അച്ഛനും അനിയനെല്ലാം കൊടുക്കാം, ഏട്ടനെല്ലാം കൊടുക്കാം. അപ്പോൾ ഒരു ടാറ്റ പറ, നമുക്ക് പോവാം. അമ്മേ ടാറ്റോട്. അമ്മ ടാറ്റ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.